ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം അച്ഛന്മാർ നമ്മുടെ ചാനലത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നല്ലൊരു അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയുള്ളത്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ബണ്ടിലിൻ്റെ കൂടെ തന്നെ നമ്മുടെ FFലേക്ക് വരാൻ പോകുന്ന സൈഡ് ഐറ്റംസ്, അതിൻ്റെ ഫാമിലി ഐറ്റംസിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FFൽ ഇന്ന് കുറേ ആൾക്കാർക്ക് വൗച്ചർ 10 വൗച്ചറുകളും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ, അതിന് കിട്ടാത്ത ആൾക്കാരുണ്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വൗച്ചർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതേക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരാമെന്ന യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഫ്രീ ഇവൻ്റ് ആയിട്ടും കുറേ അധികം ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്ക് ചെയ്യുള്ള ടോപ്പ് ആയ കമൻറ്റുകൾക്കുള്ള ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ടൈമിൽ ഇതുപോലൊരു ഹൈപ്പ് ബട്ടനോട് ഷോ ആയിട്ട് വരും, അതുകൂടെ ഞെക്കാട്ടോ, ചാനലിനൊരു സപ്പോർട്ടായിട്ട് മാറും. അപ്പം നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ ഭാഗത്താണ് റെഡിങ് കോഡ് കൊടുത്ത് നോക്കട്ടോ. ആദ്യം തന്നെ വീഡിയോൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ റെഡിങ് കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റെഡിങ് കോഡ്, സെക്കൻഡ് റെഡിങ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീട്ടിൽ റെഡിങ് കോഡ് ഉണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് പറയേണ്ട ഒരു കാര്യം, മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 700 ലൈക്കാണ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് പോലും നമുക്ക് 658 ലൈക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 660 കൂട്ടാം. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2, 3 റെഡിങ് കോഡ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. ടാർഗറ്റൊക്കെ ആവണം മാക്സിമം നല്ലേക്കുള്ള റെഡിങ് കോഡ് നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാറ് നമ്മൾ 3, 4, 5 അതിക്കും മേലെ റെഡിങ് കോഡ് ആയിട്ടുള്ള വീഡിയോ വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് നമ്മൾ ഒരു കോഡാണ് വീഡിയോയിൽ ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 700 ലേക്ക്, അപ്പോൾ നാളത്തെ ലേക്ക് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 700 ലേക്ക് തന്നെയാണ്. അപ്പോൾ 700 ലേക്ക് നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴത്തേന്, അപ്പോൾ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ മാക്സിമം ലേക്ക് ചെയ്യാൻ നോക്കുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ റെഡിങ് കോഡ് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡിങ് കോഡിൻ്റെ എണ്ണൊക്കെ വരും. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് റെഡിങ് കോഡിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ അപ്പോൾ അതുപോലെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എന്നുള്ള ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റെഡിങ് കോഡ് കൊടുക്കുന്നൊരു ചാനലുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ല നമ്മുടെ ചാനലിലെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്നും കുറേ അധികം ലൈക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും കുറേ അധികം റെഡിങ് കോഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പറ്റുന്നവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ നമ്മളെ ടുഡേ നൈറ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകും നമ്മളെ ലെസ് ഈസ് മോർ ഡിസ്കൗണ്ട് ഇവൻ്റ് ആട്ടോ, ഡയമണ്ട് ഡിസ്കൗണ്ട് ഇവൻ്റ് ആണ്. അപ്പോൾ അതിന് ഇവൻ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുന്ന കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ മെത്തേഡ് നോക്കാൻ നമ്മൾ അക്കൗണ്ടിൽ ഡയമണ്ട് എത്ര ഉണ്ട്, എത്ര കുറവാണ്, അതിനനുസരിച്ചൊക്കെ നമുക്ക് ഈ ഡയമണ്ട് ഡിസ്കൗണ്ട് വരില്ല, ഓഫർ വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ നാളെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നാളെ ഇവൻ്റ് ഷോ ആവുന്ന ടൈമിലേക്ക് പ്രൈസും നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ടൈമിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ തന്നെ മാക്സിമം, ഓക്കെ ഈ വീഡിയോ അല്ല ഈ ചാനൽ തന്നെ മാക്സിമം അതിൻ്റെ സെപ്പറേറ്റ് ഉള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ FFൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയർ റിംഗ് ഇവൻറ്റ്, ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലൂ ലോക്ക് ഇവൻറ്റിൻ്റെ ആ ഇവൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നെഗി ബണ്ടിലുണ്ട്, അത് നമ്മൾ ഇസാക്കി ബണ്ടിലുണ്ട്, അതുപോലെ നമ്മൾ റിന്ന് ബണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നെഗി ബണ്ടിൽ ഇസാക്കി ബണ്ടിലൊക്കെ എല്ലാവർക്കും അറിയാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിലാണ്. ഓക്കെ അപ്പോൾ നമുക്ക് 2 രൂപത്തിലൊക്കെ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റിൻ ബണ്ടിൽ നോക്കാൻ നോർമൽ ബണ്ടിലാട്ടോ, എങ്കിൽ ഇപ്പോൾ ഒരു നല്ല ഒന്നുകൂടി ലുക്കും കാലൊക്കെ ഉണ്ട്, അടിപൊളി തന്നെയാണ്. ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ലെസ്റ്റ് സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ 250 ടോക്കണൊക്കെയാണ് ചോദിക്കുന്നത് എല്ലാ ബണ്ടിലും കേട്ടോ. നമ്മുടെ മെയിൻ ആയ ടോപ്പ് 3 ബണ്ടിൽ 250 ടോക്കൺ വീതമാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ഈ ബണ്ടിൽ അപ്പോൾ ഇതിന് 150 ടോക്കൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബണ്ടിൽ നിന്ന് എടുക്കാതിരിക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഇമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സ്കിനൊക്കെ എന്തായാലും വളരെയധികം വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള STN സെക്ഷനിൽ. അപ്പോൾ അതിന് കുറേ ആൾക്കാർക്ക് ഇന്ന് 10 വൗച്ചർ ഞാൻ ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞാൽ 10 വൗച്ചർ ഉണ്ടല്ലോ, എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ എന്താ ബ്രോ എനിക്ക് കിട്ടിയില്ലല്ലോ പറയുന്ന ആൾക്കാരുണ്ടാവത്തിനെ, എനിക്ക് കിട്ടി അറിഞ്ഞുകൊണ്ട് ഹാപ്പി ആയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും കിട്ടുമെന്ന് വെച്ചാൽ എല്ലാവരും കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ ലോക്ക് ഇവൻ്റ് വന്നിട്ട് നമ്മൾ ഇസാക്കിൻ്റെ നെഗിൻ്റെ ഒക്കെ ബണ്ടിൽ വന്ന ആ റിംഗ് ഇവൻ്റ് ഉണ്ടല്ലോ, പ്രീമിയം റിങ്ങിലൂടെ തന്നെ വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതിലന്ന് സ്പിൻ ചെയ്തവർക്ക്, അതിലന്ന് ബണ്ടിലെടുത്തവർക്കും അതുപോലെ തന്നെ അതിൽ സ്പിന്ന് ചെയ്തവർക്കൊക്കെയാണ് ഈ വൗച്ചർ കിട്ടാൻ പോകുന്നത് കേട്ടോ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സ്പിന്നിലും ചെയ്താൽ മതിയെന്ന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വൗച്ചർ ഫ്രീ ആയിട്ട്
10 വൗച്ചറും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനത് സ്പിന്നേ ചെയ്തില്ല, എനിക്കൊരു വൗച്ചർ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ലോക്ക് ഇവൻ്റെ ഭാഗമാല ചെറിയൊരു മിനി ഇവൻ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റ് വരാൻ പോകുന്ന കൂട്ടം കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റ് നോക്കുകയാണെങ്കിൽ അതിന് കുറേ മിഷൻസ് ഉണ്ട്. ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ BR മാച്ച് പ്ലേ ചെയ്യുക, BR CS ഒക്കെ റാങ്ക്ഡ് മാച്ചല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് ഡാമേജ് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ മിഷൻസ് ആണ്. എലിമിനേഷൻ മിഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ അധികം മിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ കുറച്ച് ടോക്കൺസ് നമുക്ക് ഇതുപോലെ തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് നമ്മൾ കിട്ടില്ല ടോക്കൺസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് നേരെ നമ്മുടെ എക്സ്ചേഞ്ച് സ്റ്റോർ സെക്ഷൻ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി കൊണ്ട് നമുക്ക് റിവാർഡ്സ് എക്സ്ചേഞ്ച് എടുക്കാവുന്നതാണ്. നമുക്ക് റാൻഡമായ ലോഡ് ഔട്ട് ആയിട്ടും നമ്മുടെ വൗച്ചറായിട്ടും അവതാറായിട്ടും ബാനറായിട്ടും പാരച്യൂട്ടായിട്ടും ബൈക്ക് സ്കിന്നായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന എല്ലാ റിവാർഡ്സും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീട്ടിൽ അതിൻ്റെ മുഖത്ത് വീട്ടിൽ പറഞ്ഞെന്നറിയില്ല, നമുക്കൊരു മാസ്കിൻ്റെ ഒരു ഇവൻറ്റ് വരാൻ പോകുന്ന കൂട്ടം നമ്മൾ FFലേക്ക് വളരെ പെട്ടെന്ന് വരാൻ പോകുന്ന കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻറ്റ് നമുക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻറ്റിൽ നമുക്ക് മാസ്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറി പോലൊരു മാസ്ക് ആട്ടോ, നെക്സ്റ്റ് ആയിട്ട് ബനാന പോലൊരു മാസ്ക് വരുന്നുണ്ട്. രണ്ടും നോക്കണം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് ഇത് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ ഡാമേജ് മിഷൻ തന്നെ കേട്ടോ. ഇപ്പോൾ BR ആയിക്കോട്ടെ CS ആയിക്കോട്ടെ റാങ്ക്ഡ് മോഡാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ പ്ലേ ചെയ്തിട്ട് ഒരു കാര്യമല്ല, അതിന് 15,000 ഡാമേജ് കംപ്ലീറ്റ് ഉണ്ട്. റാൻഡമാല 2 ലോഡ് ഔട്ട് കിട്ടും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്ട്രോബറിന്റെ മാസ്ക് എടുക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ 25,000 ഡാമേജ് ആണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് 35,000 ഡാമേജ് കംപ്ലീറ്റ് ഉണ്ടാവില്ല. ബനാൻ്റെ മാസ്ക് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഡാമേജ് വളരെയധികം കൂടുതലായിട്ടാണ് നമ്മൾ ഗറിന് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓവറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി 23-ാം തീയതി എത്ര ടൈം ഉണ്ട്, അതിനുള്ളിൽ തന്നെ നിങ്ങൾ നല്ലേക്ക് പ്ലേ ചെയ്യേണ്ടി ഇത്ര ഡാമേജ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിന് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് എക്സാം ടൈമൊക്കെ കൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ പറ്റുന്നവരെന്തായാലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ FFലേക്ക് AWൻ്റെ ആ ഇൻക്യുബേറ്റർ റിംഗ് ഇവൻറ്റ് എന്നാണ് വരാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ AWൻ്റെ ഇൻക്യുബേറ്റർ സ്കിന്നിൻ്റെ കൂടുതൽ ടോപ്പ് സ്കിന്നായിട്ട് വരാമ്പോൾ നമ്മളെ ബാംബുവിൻ്റെ ആ സ്കിൻ ഉണ്ടല്ലോ, പാൻഡ ടൈപ്പ് ആയിട്ടുള്ള ആ സ്കിന്ന്, കിഡിലൻ സ്കിന്ന്, കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സ്കിന്ന് തന്നെ കാരണം ആട്രിബ്യൂട്ടൊക്കെ നോക്കാൻ സീനാട്ടോ. തന്നെ സ്കോപ്പിനൊക്കെ സ്കിന്നാല ആ സ്കിന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓൾഡ് ഇൻക്യുബേറ്റർ AWൻ്റെ സ്കിന്നുകൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അല്ലാലും പ്രീമിയർ റിംഗ് നമ്മുടെ FFൽ ലോഡിങ് ആട്ടോ. അപ്പോൾ നമ്മുടെ FFലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് തന്നെ വരാനും സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റിൽ നമുക്കിത് AWൻ്റെ സ്കിന്ന് എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെഷനൊക്കെ നോക്കണേ 225 ടോക്കൺ, 200 ടോക്കണൊക്കെ പറയുന്നു കേട്ടോ. ടോപ്പ് സ്കിന്നിന് ഏകദേശം 225 ടോക്കണൊക്കെ വേണ്ടി വരും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോക്കൺസ് ഒക്കെ മാക്സിമം എല്ലാവരും സേവ് ചെയ്ത് വെക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്കിന്ന് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ എന്തായാലും വരാമെന്ന് കൺഫേം ആയ ഡേറ്റ് ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും വരും ദിവസം തന്നെ അതിനെക്കുറിച്ച് നല്ല അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടിയ ശേഷം എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ ആയ കണ്ടന്റ് ആണ്. അപ്പം മച്ചാന്മാർ നമ്മൾ FFൽ 20 സഹൂർ ബണ്ടിൽ അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ല അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ തന്നെയാണ് ചാൻസ് എന്നാണ് ലീക്കേഴ്സ് ഇപ്പോൾ അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരാവുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ കൂടെ കുറച്ച് ഫാമിലി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ 20 സവറിൻ്റെ കൂടെ ഫാമിലി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നു, പക്ഷേ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ കൂടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗൺ സ്കിൻ ഉണ്ട്. മെയിനായിട്ട് നമ്മളെ ചാർജ് ബസ്റ്റിൻ്റെ ഒരു ഗൺ സ്കിൻ ഉണ്ട്. നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ ഇമേജ് ഒക്കെ കാണാൻ പറ്റും, ആ ഫേസ് ഒക്കെ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡബിൾ USPൻ്റെ സ്കിന്നി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും പറയില്ല. സിംഗിൾ അക്രോസി സിംഗിൾ മാഗസിനൊക്കെയാണ് ആട്രിബ്യൂട്ടായിട്ടുള്ള. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതുപോലെ ഒരു ചെരുപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിക്ക് സ്കിന്നി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് റാൻഡമായ ഐറ്റംസ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെ കുറേ ആൾക്കാർക്ക് പറയേണ്ടി വരിക. ഓക്കെ, അപ്പം നമുക്കത് ഫ്രീ ആയിട്ട് തന്നേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് കിട്ടില്ല ഒരു അപ്ഡേറ്റ്. എന്തായാലും ഒഫീഷ്യലായ ബാൻഡിനും കാലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയെങ്കിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് അതർ സെർവറിലൊക്കെ മിസ്റ്ററി ഷോപ്പിലൂടെ ഈ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയില്ല. എന്തായാലും വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായ അപ്ഡേറ്റ് കിട്ടും. എന്തായാലും നമ്മളെ FFൽ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മന്ത് ഇന്ത്യയിലായിട്ടല്ലേ നെക്സ്റ്റ് മന്ത്
വീക്കിലായിട്ട് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ഇവന്റ് വരാൻ ഹൈലി ചാൻസ് ഉണ്ട്. എന്തായാലും വരും ദിവസത്തിന് കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ ടുണ്ടു സൗർ ബണ്ടിൽ ഫ്രീ ആയിട്ട് വരാൻ പോകുന്ന കൂട്ടം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതും നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടും പാടെ ഒരു മന്തിൽ വരുമോ എന്നുള്ള കുറച്ച് ഡൗട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല നടക്കാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക കേട്ടോ. ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാം. അപ്പം നിങ്ങൾക്ക് ടുണ്ടു സൗർ ബണ്ടിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുപോലെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബണ്ടിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് ബണ്ടിൽ ഒരു ഏട്ടൻ അനിയൻ പോലെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം നോക്കണം, എൻ്റെ കയ്യിൽ സൗർ ബണ്ടിലുണ്ട്, ടുണ്ടും സൗർ ബണ്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റ് ബണ്ടിലാണ് ഒന്നുകൂടി നല്ലതായിട്ട് കാണുന്ന ടൈമിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യുന്ന പല കമൻറ്റുകൾക്കുള്ള ആൻസറാണ്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് നോക്കുകയാണ്, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഫ്രീ ആയിട്ട് ഇനി വല്ല ജെയ്സിയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മാസ്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഈ ബ്രദർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മാസ്ക്, അപ്പോൾ ഇന്ന് നമുക്ക് മാസ്കിൻ്റെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്തായാലും ക്ലെയിം ചെയ്തുകൊണ്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ജെയ്സിന് കിട്ടാൻ ചാൻസ് ഉള്ളത് ഈ നമ്മുടെ FFWC ഇവൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നവംബർ മന്തിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ പോസിബിളി ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ചാമ്പ്യനായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു ജെയ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് പേപ്പർ കട്ട് UMB റിട്ടേൺ വരുമെന്നാണ് ചോദിച്ചുള്ളത്, വരൂലെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ AWൻ്റെ ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒരു കോമ്പിനേഷൻ ഇൻക്യുബൻ്റൊക്കെ ആയിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന അറിയില്ല കേട്ടോ, കൺഫേം ഒന്നുമല്ല. വെയിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടാൻ ഞാൻ അറിയിക്കാം. നെക്സ്റ്റ് ആയിട്ട് ഒരു ബ്രദർ ചോദിച്ചുള്ളത് യൂണിവേഴ്സൽ റിംഗ് ആയിട്ട് റിംഗ് ഇനി വരുന്ന ബണ്ടിൽ ഓൾഡ് അല്ല ബണ്ടിൽ ഏതെന്ന് പറയാമെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം നോക്കുക, നമ്മൾ റാപ്പർ ബണ്ടിലുണ്ടല്ലോ, ഓൾഡ് ടൈമിൽ നല്ല ബഗ്ഗൊക്കെ ആയാലും ഇവൻറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റാപ്പർ ബണ്ടിലൊക്കെ നമുക്കിതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മാസ്കും കിഡിലും ബണ്ടിൽ ഓൾഡ് സ്റ്റാല കിഡിലും ബണ്ടിലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ റിംഗിലൂടെ യൂണിവേഴ്സൽ റിംഗിലൂടെ ഒക്കെ റിട്ടേൺ ആയിട്ട് വന്നേക്കാന്ന് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയ വീഡിയോ നമ്മളെ ചാനൽ വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ് നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം അത് പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത് കൊടുത്തിന് അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.